നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ STUവിൻ്റെ നേതൃത്വത്തിൽ തൊഴിലാളി സംഗമവും സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ അനുസ്മരണവും പെരുന്നാൾ വിഷുക്കിറ്റ് വിതരണവും നടത്തി. STU ദേശീയ വൈസ് പ്രസിഡന്റ് MA കരീം ഉദ്ഘാടനം ചെയ്തു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓട്ടോറിക്ഷ തൊഴിലാളികളെ സംബന്ധിച്ച് നിരവധി പ്രശ്നങ്ങളുണ്ട്. നമുക്കറിയാം, നമുക്ക് ഗവൺമെന്റും നമ്മുടെ മന്ത്രിയൊക്കെ തന്നെ ഈ ഓട്ടോറിക്ഷ തൊഴിലാളികളെ സംബന്ധിച്ച് വളരെ വളരെ കർക്കശമായ ഭാഷയിൽ പറയുകയാണ്. ചില കാര്യങ്ങളിൽ മന്ത്രി പറഞ്ഞ കാര്യമുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. മന്ത്രി പറഞ്ഞ 3 പോയിന്റാണ്. ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഓട്ടോറിക്ഷക്കാരെ വിളിച്ചാൽ അവർ യഥാസ്ഥലത്ത് പോകുന്നില്ല എന്നുള്ളതാണ്. അത് ടാക്സി പെർമിറ്റ് കിട്ടിയ ഒരു വണ്ടി ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് ശരിയല്ല എന്ന അഭിപ്രായം എനിക്ക് വ്യക്തിപരമായിട്ടുണ്ട്. പക്ഷേ മന്ത്രി മനസ്സിലാക്കേണ്ടത് ഈ ഓട്ടോറിക്ഷകൾ പോകുന്നില്ല എന്ന് പറയാനുള്ള കാരണങ്ങൾ എവിടെയാണ്? അതിന്റെ വരുമാനമായി ബന്ധപ്പെട്ടതാണ്. എന്ന് പറഞ്ഞാൽ ഒരു ഓട്ടോറിക്ഷക്ക് സാധാരണഗതിയിൽ 30 രൂപ മിനിമം വേജസ് ഉള്ള നിശ്ചയിച്ചിട്ടുള്ള ഓട്ടോറിക്ഷ ഒരു 1.5 കിലോമീറ്റർ പോയിട്ട് ആ 1.5 കിലോമീറ്റർ തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ ആ 30 കിട്ടണമെന്നില്ല. അപ്പോൾ മിനിമം ചാർജ് 30 രൂപ നിശ്ചയിച്ചിട്ടുള്ള ഓട്ടോറിക്ഷ പോയി വരുമ്പോഴുണ്ടാകുന്ന 1.5 കിലോമീറ്ററും ഇങ്ങോട്ട് വരുന്ന 1.5 കിലോമീറ്ററും 3 കിലോമീറ്ററായി. പിന്നെ അവിടെ ഒരു പാർക്ക് 2-3 മിനിറ്റ് സ്റ്റാർട്ടിങ്ങിൽ വെച്ചാൽ ഉണ്ടാകാവുന്ന വിഷയം അതുമുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു 50 രൂപയുടെ ഓട്ടമുള്ളിടത്താണ് 30 രൂപ മിനിമം ബേസ് കിട്ടുന്നത്, അല്ലെ? മിനിമം ചാർജ് കിട്ടുന്നത്. ഇതാണ് മിക്കവാറും തൊഴിലാളികളെ ഇപ്പോൾ അവിടെ പോകാൻ കഴിയില്ല എന്ന് പറയുന്ന വികാരം. അതാണ് പരിഹാരം. എന്താണ്? പാണക്കാട്ട് കുടുംബവും തങ്ങൾമാരും ബഹുസ്വര സമൂഹത്തിന്റെ അംഗീകാരം ഉള്ളവരാണെന്നും പാവപ്പെട്ടവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താനാണ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും ഹൈദർ അലി ശിഹാബ് തങ്ങളും ആവശ്യപ്പെട്ടതെന്നും കരീം അനുസ്മരിച്ചു. ഓട്ടോറിക്ഷ തൊഴിലാളികൾ രൂക്ഷമായി വിമർശിക്കപ്പെടുമ്പോഴും പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ മിനിമം ചാർജ് കാലോചിതമായി വർദ്ധിപ്പിക്കുകയും ടാക്സി വാഹനങ്ങൾക്ക് പെട്രോളിന് സബ്സിഡി നൽകണമെന്നും MA കരീം ആവശ്യപ്പെട്ടു. അഷ്റഫ് ബംഗാളി മൊഹല്ല അധ്യക്ഷത വഹിച്ചു. KP വിജേഷ്, P അസ്ലം, K വിനോദ്, റിജിൽ, നീരജ്, M നിയാസ്, P അലി, PP നവാസ്, G സുമേഷ്, അബ്ദുറഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്.